രാവിലെ തന്നെ ബിഗ് ബോസ് വീട്ടിൽ പലയിടത്തിലായിട്ട് വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരെണ്ണം കിച്ചണിലാണ്. അനിമോളും ഷാനവാസും ഇന്നലെ പാത്രം കഴിയില്ലെന്ന് പറഞ്ഞ് നെവിൻ സംസാരിക്കുന്നത്. അനിമോൾ പറയുന്നു, ഈ പാത്രമൊക്കെ നിങ്ങൾ എക്സ്ട്രാ ഉണ്ടാക്കുന്ന പാത്രം ഇവിടെ കഴുകാൻ പറ്റത്തില്ല, കപ്പും കാര്യങ്ങളൊക്കെ അവരവർ കഴുകി വെക്കേണ്ടതാണ്, ഇതൊന്നും ഞങ്ങൾ കഴുകേണ്ട സാധനമല്ല, ഇവിടെ ഞങ്ങൾക്ക് കഴുകേണ്ട സാധനങ്ങൾ ഞങ്ങൾക്കറിയാം, അത് മാത്രമേ കഴുകത്തുള്ളൂ എന്ന് പറയുമ്പോൾ നിവിൻ പറഞ്ഞ് ഇതെല്ലാം നിങ്ങൾ കഴുകേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ അനിമോൾ പറയുന്നു, അതിനെ ഒരു ലോറി പിടിച്ച് കൊണ്ടുവരണം, ഇവിടെ കിടക്കുന്ന പാത്രങ്ങൾ കഴുകാൻ ഇനി ലോറിക്കകത്ത് ആളെ ഇറക്കണമെന്ന് പറയുന്നു. എന്നിട്ട് അനിമോൾ ശരിക്കും ഇന്നലെ രാത്രി ഇവർ ഭക്ഷണം കഴിക്കുന്നത് കണ്ട് അതിനെപ്പറ്റി ഒന്നും അനിമോൾ പറയുന്നില്ല. രാവിലെ ആർക്കും ഭക്ഷണം കിട്ടിയിട്ടില്ല, ഇന്നലെ രാത്രി ആർക്കും അത്താഴം കിട്ടിയിട്ടില്ല, ഇതിനെപ്പറ്റി ഒന്നും അനിമോൾ സംസാരിക്കുന്നതേ ഇല്ല. അനിമോൾ കണ്ട കാര്യം ആരോടും പറയുന്നതുമില്ല. കിച്ചൺ ടീമുകൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാതെ പലയിടത്തായിട്ട് നിൽക്കുകയാണ്. അക്ബർ ഒരിടത്ത് നിൽക്കുന്നത്, നിവിൻ ഒരിടത്ത് നിൽക്കുന്നത്, ആര്യം വേറൊരിടത്ത് നിൽക്കുന്നത്. അനീഷ വന്ന് അക്ബറിനോട് പറയുന്നത്, നിങ്ങൾ കാണിക്കുന്നത് തെറ്റാണ്, ഞങ്ങൾ മരുന്ന് കഴിക്കേണ്ടവരൊക്കെ ഉണ്ട് ഇവിടെ, എത്ര പേര് മരുന്ന് കഴിക്കുന്നവരുണ്ട്, അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നലെ തന്നെ ആദില തല കറങ്ങി വന്നില്ലേ. അപ്പോൾ ഇന്നലെ ബിഗ് ബോസ് ഇന്നലത്തെ കണക്ക് മെനഞ്ഞാന്നത്തെ കണക്ക് ബിഗ് ബോസ് ഇന്നലെയും ഒരു ടാസ്ക് തന്നിരുന്നെങ്കിൽ എന്തായിരുന്നു ഇവിടെ ഉള്ളവരുടെ അവസ്ഥ? 6 മണിക്ക് ലഞ്ച് കഴിച്ചെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ആർക്കും ഡിന്നർ കഴിക്കണ്ടേ? ഈ നേരമായിട്ട് നിങ്ങളാരും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നില്ല. ഇതെല്ലാം കിച്ചൺ ടീമിൻ്റെ അപാകതയാണ്. നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ പറ്റുന്നവരെ ഏൽപ്പിക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട്. അങ്ങനെ അക്ബർ പറയുന്നത്, ഇന്നലെ ഇവിടെ കുറച്ച് ആഹാരം ഉണ്ടായിരുന്നു, പക്ഷേ പറയാഞ്ഞത് ഞങ്ങളുടെ തെറ്റാണ്. 6 മണിക്ക് ലഞ്ച് കഴിച്ചതുകൊണ്ട് നിങ്ങൾ ലേറ്റായിട്ടേ കഴിക്കത്തുള്ളൂ എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം നൂറ് ഇരുന്നിട്ട് പറയുന്നത്, അത് നിങ്ങൾ പറയണമായിരുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്ന് നിങ്ങൾ അന്വേഷിച്ചേ, ഞങ്ങൾ ആഹാരം കഴിക്കത്തില്ലെന്ന് നിങ്ങളങ്ങ് സ്വയം തീരുമാനിച്ചാൽ മതിയോ? ഞങ്ങൾ വന്ന് പറയണോ ഞങ്ങൾക്ക് ഡിന്നർ താന്ന്? അത് നിങ്ങളുടെ കടമയാണ് ഞങ്ങൾക്ക് ഡിന്നർ തരേണ്ടത്. പിന്നെ എന്നൊക്കെ പറഞ്ഞ് നൂറയും ചൂടാവുന്നുണ്ട്. നൂറയ്ക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നത്. അവർ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ ഇതുവരെ കൊടുത്തിട്ടില്ല, അതാണ് പ്രശ്നം. എല്ലാവരും തിരിഞ്ഞിരിക്കുകയാണ്. അതിൽ അനിമോൾ മാത്രമേ ഉള്ളൂ ഭക്ഷണ സാധനത്തിൽ കാര്യത്തിന് അഭിപ്രായങ്ങളൊന്നും പറയാഞ്ഞത് ഇതുവരെ. അനിമോൾ കാണുകയും ചെയ്ത് രാത്രി അവർ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.